ഹായ് നോക്കൂ, അമ്മയാകാൻ പോകുന്ന ഒരു ഐശ്വര്യമുള്ള ഒരു പെണ്ണ്. അതാ നോക്കിയേ, അവൾ അമ്മയാകാൻ പോകുന്നവളാണ്. എന്നെ കണ്ട് ഓടി. ഇതാ ഇവിടെ ഒരു ആൺകുട്ടി കണ്ടോ, മരത്തിൽ കയറാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടിയാണെങ്കിലും ഒരു പുലിക്കുട്ടിയെ പോലെയുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മളുടെ വീഡിയോയിൽ ഇവരെല്ലാവരും ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പരിചയമൊന്നുമില്ല, പരിചയപ്പെട്ടാൽ അടുക്കില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും പോട്ടെ. എന്തായാലും അവൻ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കല അല്ലേ ആ നടന്നൊക്കെ പോകുന്നത് കണ്ട. സെറ്റല്ലേ അവനെ കാണാൻ. ഗോൾഡ് കളറും വെള്ളയൊക്കെ ചേർന്നിട്ട് അവൻ എന്നെ കാണാതെ എന്തോ ആലോചിച്ചു എങ്ങോട്ടോ മാറാനുള്ള പരിപാടിയാണ്. ഇതുവരെയും അവൻ്റെ മുഖം ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. അവനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവൻ്റെ മുഖം കാണാം. ഒന്ന് നോക്കണം മക്കളെ. കൊള്ളാം, അടിപൊളി. അവർ പുലിക്കുട്ടിയെ പോലെ ഉണ്ടല്ലേ. ചാടിയൊക്കെ പോകുന്നുണ്ടോ. അവൻ എങ്ങോട്ടോ പോവുകയാണ് കേട്ടോ. ഇതാ അവൻ വന്നിട്ടുണ്ട് വീണ്ടും നമ്മുടെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന പാർക്കിലേക്ക്. അവനെ പിന്തുടർന്ന് വേറൊരാളും കൂടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എല്ലാം വലിയമാരുടെ ഒരു ബഹളമാണ്. വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റിൽ ഇവന്മാർക്ക് നല്ല കോളായിരിക്കും. ഒരുപാട് കഴിക്കാനൊക്കെ കിട്ടും. അങ്ങനെ ആർക്കും പേടിയില്ലാതെ നമ്മുടെയൊക്കെ ഇടയിൽ തന്നെ ഓടി നടന്ന് അവരവരുടെ ജോലി എടുക്കും കേട്ടോ. ഇതാ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അവൻ. എന്തായാലും എല്ലാവന്മാരും വലിയ വലിയ ആൾക്കാരാണ്. പിന്നെ വേറെ പറയാൻ, അവന്മാരെല്ലാം നല്ല തക്കടിമുണ്ടൻ കുട്ടികളാണ്. അവ അങ്ങനെ ഇരുന്ന് എന്നെ നോക്കുകയാണ്. അവൻ്റെ പെറൊക്കെ ഇങ്ങനെ വെട്ടിച്ച് കാണിക്കുന്നു. നോക്കിയേ, ഓ എന്താ വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നു നോക്കിയേ. അവിടെ ഇരുന്നു കൊണ്ട് നോക്കുന്ന സീൻ അടിപൊളിയായിട്ടുണ്ടല്ലേ. നോക്കിയേ, ഒരു കാഴ്ച തന്നെ അവനെ കാണാനും. അങ്ങനെ സ്നേഹമുള്ള കുറേ പേരിവിടെ ഉണ്ട്. എല്ലാവർക്കും നല്ല സ്നേഹമാണ്, ആരും ഉപദ്രവിക്കില്ല. അതുപോലെ തിരിച്ചും. അതുകൊണ്ടാണ് ഈ എത്ര ആളുണ്ടെങ്കിലും അവരുടെയൊക്കെ കൂട്ടത്തിൽ ഇവരൊക്കെ ഇണങ്ങുന്നതും. ഇതാ ഇവിടെ വേറെ ഒരുത്തൻ ഉണ്ട്. ഇതൊരു പെൺകുട്ടിയാണ്. അവൾ ഒരമ്മയാകാൻ പോകുന്നതാണ് കേട്ടോ. ഈ മാർക്കറ്റിൻ്റെ ഭാഗം മാത്രം ചുറ്റി ജീവിക്കുന്ന ഒരു പാവം പിടിച്ച ഒരു സുന്ദരി പെണ്ണാണ്. ആർക്കും ഉപദ്രവമില്ലാതെ കേട്ടോ. ഇതുപോലെ സ്നേഹത്തോടെ നോക്കുന്ന കണ്ടാൽ ആർക്കും തന്നെ ഓടിച്ച് കളയാൻ തോന്നില്ല. അത്രയ്ക്ക് പാവം പിടിച്ച നോട്ടമാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒത്തിരി പേരെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. കുറേ പേര് പല സ്ഥലങ്ങളിൽ നിന്നും ഈ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വരും. ഇവിടെ ഉള്ളവരും ഇവിടെ അല്ലാത്തവരും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതാണ്. ഇതാ നോക്കിയേ, വേറെ ഒരുത്തിയെ നമ്മൾ കണ്ടു. അവളും നല്ല സ്നേഹമുള്ളവളാണ്. കണ്ട ഉടനെ ഓടിക്കൊണ്ട് അടുത്ത് വന്നു. അതിനൊക്കെ കളർ കണ്ടോ. അവളെ കണ്ടിട്ടും ഒരമ്മയാകാൻ പോകുന്നവളാണോ. ഇതാ നോക്കിയേ. അങ്ങനെ ഒരുപാട് പേരെ ഇന്ന് നമുക്ക്, ഒരുപാടെന്നല്ല കുറച്ച് പേരെ നമുക്കിവിടെ കാണാൻ പറ്റും. അവരൊക്കെ ഇതായി മാർക്കറ്റിൻ്റെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ആരും പേടിയില്ലാതെ ജീവിക്കുന്ന പാവം പിടിച്ച കുഞ്ഞുങ്ങളുമാണ്. എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഈ പില്ലൊക്കെ കടിച്ചു പോയി തിന്നുന്നത്. അങ്ങനെ ഒത്തിരി സ്നേഹമുള്ള 2-3 പേരെ നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. ഇതാ നല്ല അടിപൊളി കളറല്ലേ. ഇതുപോലെ 2-3 കുഞ്ഞുങ്ങളെ കിട്ടിയാൽ നമുക്ക് വീട്ടിൽ വളർത്താൻ അടിപൊളിയായിരിക്കും. നല്ല സ്നേഹമുള്ള അനുസരണയുള്ള നമ്മളെ നാട്ടിലെ പോലെ കുഞ്ഞുങ്ങളാണൊക്കെ. റൗണ്ട് ചുറ്റുന്ന മക്കളല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളെ കൂടെ തന്നെ എപ്പോഴും വീട്ടിൽ കാണും. അപ്പം ഇതുപോലെ 2 കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലേ. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ഇവർക്ക് പാസ്പോർട്ടൊക്കെ എടുക്കണം. എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും വളരെ ഇഷ്ടമായി. ഇതുപോലെ 2 കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ച് വീട്ടിൽ വളർത്താനും അവരെ സ്നേഹിക്കാനും അങ്ങനെയുള്ള വീഡിയോ കൊണ്ടുവരാൻ വളരെ ഇഷ്ടമാണ്. നമുക്കിതുപോലെ ഇവിടെ വന്ന് കണ്ടു പോകാനേ പറ്റൂ. എന്തായാലും നാട്ടിൽ വരട്ടെ. ഇതാ ഇവിടെ നോക്കിയേ, കുറേ കിളിക്കുട്ടി കുഞ്ഞുങ്ങളെ. ഒരാൾ കേക്ക് കഴിച്ചതിൻ്റെ കുറച്ച് പീസേ ഇവിടെ പൊടിച്ചിട്ട് കൊടുത്ത് ആ മക്കളെല്ലാം കൂടെ കൂട്ടം കൂടി കൊത്തിപ്പറക്കി തിന്നുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് കിളിക്കുഞ്ഞുങ്ങൾ ഇതേ കണക്കുള്ളത് ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും നമുക്കിതുപോലെ കാണാൻ പറ്റില്ല. ഇവിടെ കണ്ടമാനം ഈ കുഞ്ഞുങ്ങളുടെ യൂണിയൻ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ എന്താ നോക്കിയേ, ഈ കറുപ്പനും വെളുപ്പനും എവിടെ പോവുക. മരത്തിൽ കയറാനുള്ള പരിപാടി കേട്ടോ. കയറട്ടെ. അപ്പം എന്താണ് പരിപാടി എന്നറിയണമല്ലോ. ഈ പിള്ളേരാരും അങ്ങനെ വളരാട്ട് അടുക്കാത്ത മക്കളാണ്. സ്നേഹമുള്ളവരാണെങ്കിലേ നമ്മളെ കണ്ടാൽ തന്നെ കരഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് വരും. അപ്പോഴാണ് നമുക്ക് ഒരുപാട് എന്താ പറയുക, മനസ്സിനകത്ത് വളരെ ഒരു സന്തോഷം തോന്നുന്നത്. ഇവന്മാരൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓടുന്നൊരു ടൈപ്പാണ്. അത് നോക്കിയാൽ കരിമ്പുല്ലി കണക്കായി. ഒരാലുമരത്തിൽ കയറി
അവ ഇരിക്കുകയാണ്. എവിടെയാവേ? ആ, നോക്കിയേ. എന്നെ കാണുകയാണ്. ഇനി ഓടുമോന്നറിയില്ല, മിക്കവാറും ഓടും. ഓഹോ, അങ്ങനെ പേടിയുള്ള കുറേ മക്കൾ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതാ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഒരു വെള്ള സ്നേഹമുള്ള ഒരു മോൻ. ഇതൊക്കെയാണ് അപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടി നമ്മളെ അടുത്ത് വരും. അങ്ങനെ നല്ല സ്നേഹത്തോടെ അടുത്ത് വന്ന് എന്താ പറയുക, ഇതുപോലെ കൊഞ്ചിക്കുഴഞ്ഞൊക്കെ നിൽക്കും. ഇവനൊരു ആൺകുട്ടിയാണ്. ഇവൻ്റെ വീഡിയോ നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുള്ളതാണ്. ഇവരൊക്കെ ഈ മാർക്കറ്റിൽ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന തറവാടി കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒത്തിരി പേരെ നമ്മൾ കണ്ടു അല്ലേ, ഒരു 4-5 പേരെ നമ്മൾ കണ്ടില്ലേ. അതുപോലെ പിന്നെ പറയാൻ തേടിയൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരനെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അവൻ ഒരു അടിപൊളി ഗ്ലാമർ പയ്യനാണ് കേട്ടോ. അവൻ്റെ നോട്ടം കണ്ടോ, പേടിയുണ്ട്. അവ അങ്ങനെ ഇണങ്ങുന്നതല്ലാന്ന് തോന്നുന്നു. അവ അങ്ങനെ പോട്ടെ. അതുപോലെ പേടിയില്ലാത്തതാ ഒരു സുന്ദരി. അവൾക്ക് പേടിയൊന്നുമില്ല. ആളെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഇടേണ്ട എന്നെ കണ്ടിട്ടാണ് ഈ കാണിക്കുന്ന വേലകൾ. അങ്ങനെ ഒത്തിരി സ്നേഹമുള്ളവരും സ്നേഹമില്ലാത്തവരൊക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ നല്ല നല്ല കുഞ്ഞുങ്ങളും നല്ല കളറിട്ട് നിൽക്കുന്ന ഐശ്വര്യമുള്ള കുട്ടികളെയൊക്കെ ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് റൗണ്ട് ചെയ്താലേ ഒരുപാട് പേര് കാണാം. എന്നെ കണ്ടാണ് ഈ കരഞ്ഞൊക്കെ കാണിക്കുന്നത്. അങ്ങനെ സ്നേഹമുള്ളവരാണ്. തൊട്ടടുത്തായിട്ട് ഇത് കാണിക്കുന്ന വിരൽ കണ്ടോ, ആ ഒരു കിളിയെ പിടിക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ ഇവൻ്റെ ഒരു വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൻ കിളിയെ പിടിക്കാൻ പോകുന്നത് തന്നെയാണ്. അങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടില്ലേ. അതുപോലെ ഇവന് ഒന്നും കഴിക്കാനൊന്നും വേണ്ട, കിളിയെ പിടിക്കണം. അതൊക്കെ പരിപാടിയാണ് നോക്കുന്നത് കണ്ടോ. ആ ചെറിയ കിളിയെ പിടിക്കാനുള്ള പരിപാടിയാണ് ഈ പമ്മി പോകുന്നത്. അങ്ങനെയുള്ള പല പല ജോലി തിരക്കിലാണ് പിള്ളേർ. നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല കേട്ടോ. ഒന്നിനെയും കിട്ടാതായപ്പോൾ വീണ്ടും കറങ്ങി വന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സ്നേഹമുള്ളവനാണ്. ശ്രീലങ്കൻ ചായക്കടയുടെ ഒരു മുതലാളി എന്നൊക്കെ പറയാം. അവിടുത്തെ ജോലിക്കാരനാണ് കേട്ടോ. അങ്ങനെ സ്നേഹമുള്ളവനാണ്. അവനെ നമുക്കൊന്ന് തൊടാൻ പറ്റും. നല്ല സ്നേഹമുള്ളവനാണ് കണ്ടോ. അവ ഓടത്തൊന്നുമില്ല. എല്ലാവരായിട്ടും നല്ല ഇണക്കമുള്ള ഒരു കുട്ടിയാണ്. തൊണ്ടവേദന പിടിച്ചിട്ടേ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതൊക്കെ വലിയ പാടായിട്ടിരിക്കുന്നത്. പറയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാൻ, ഈ തൊണ്ടവേദന മാറുന്നില്ല. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞല്ലേ ഉള്ളൂ, 1 മാസം പോലും ആയില്ല. അതുകൊണ്ടാണ് ഈ തൊണ്ടവേദനയൊക്കെ പിടിച്ചിരിക്കുന്നത്. ക്ലൈമറ്റ് മാറുന്നത്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തൊണ്ടവേദനയും ജലദോഷവും എന്ന് വേണ്ട എല്ലാം നമ്മളെ വിട്ടു പോകാതെ പിന്തുടരുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയത്. ഒത്തിരി നല്ല മക്കളെയൊക്കെ നമ്മൾ കണ്ടു. അവൻ സ്നേഹമുള്ളവനാണ്. ഒരു വികൃതി പിടിച്ചവനാണ് കേട്ടോ. അവൻ്റെ തലയെ കിടന്ന് വെട്ടിക്കുന്നുണ്ടോ. അവൻ എവിടെ അടങ്ങിയിരിക്കുന്നവനൊന്നുമല്ല. തൊട്ടടുത്തായിട്ട് എവിടെ നിന്നോ കയറും പൊട്ടിച്ച് വന്നിട്ടുള്ള ഒരു പെണ്ണാണ് കേട്ടോ. നല്ലൊരു പട്ടിയാണ്. എന്ത് പറയാനാ, ആഹാരം കൊടുത്ത് വളർത്തിയെടുത്താലേ ഒരു മനുഷ്യൻ വീട്ടിലൊന്നും അടുക്കില്ല. അങ്ങനെ ഭയപ്പെടുന്ന ഒരടിപൊളി കുട്ടിയാണല്ലേ. പേടിച്ചൊക്കെ ഓടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രീലങ്കൻ ചെറുക്കൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ അടുത്തേക്ക് ചെല്ലാം. അവനെ നല്ല പ്രകൃതിയുള്ള സ്നേഹമുള്ള ഒരു ചെറുക്കനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.